പുണ്യഭൂമി പത്രത്തിന്റെ പേരിലെ വ്യാജ ഫേസ്ബുക്ക് ചാനലിനെതിരെ നിയമ നടപടിയുമായി തിരുവനന്തപുരം ചെങ്കോട്ടുകോണം ശ്രീരാമദാസ് മിഷൻ. സത്യാനന്ദ സരസ്വതി സ്വാമികൾ സ്ഥാപിച്ച മാധ്യമത്തിന്റെ പേരിൽ ദുരുപയോഗം ചെയ്തെന്നാരോപിച്ച് മിഷൻ നിയമ നടപടി ആരംഭിച്ചു. സുരേഷ് ഇടവണ്ണ എന്ന വ്യക്തിയുടെ പേരിലുള്ള ഫേസ്ബുക്ക് ചാനലിന് ശ്രീരാമദാസ് മിഷനോ മിഷൻ സ്ഥാപനങ്ങൾക്കോ യാതൊരു ബന്ധവുമില്ലെന്ന് ചെങ്കോട്ടുകോണം ശ്രീരാമദാസ് മിഷൻ വ്യക്തമാക്കി. ചേങ്കോട്ടുകോണം ശ്രീരാമദാസ മിഷൻ മുൻ അധ്യക്ഷൻ പൂജനീയ സത്യാനന്ദ സരസ്വതി സ്വാമികൾ സ്ഥാപിച്ച പുണ്യഭൂമി എന്ന പത്രത്തിന്റെ പേര് ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഫേസ്ബുക്ക് ചാനൽ പ്രവർത്തിക്കുന്നത്. പേരും ലോഗോയും ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഓൺലൈൻ ചാനലിന്റെ പ്രവർത്തനം. തെറ്റായ തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചുകൊണ്ട് മിഷന്റെ സത്കീർത്തി നശിപ്പിക്കുന്ന തരത്തിലാണ് ചാനൽ പ്രവർത്തിച്ചത്. സുരേഷ് ഇടവണ്ണ എന്ന വ്യക്തിയുടെ പേരിലുള്ള ചാനലിന്റെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് മിഷൻ ആവശ്യപ്പെട്ടെങ്കിലും അത് കൂട്ടാക്കാൻ തയ്യാറായില്ല. ഇതോടെയാണ് നിയമ നടപടി ആരംഭിച്ചത്. ചാനൽ പ്രവർത്തനം നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ട് മിഷൻ പോലീസിൽ പരാതി നൽകി. നിലവിൽ പ്രവർത്തിക്കുന്ന പുണ്യഭൂമി എന്ന പേജും അതുമായി ബന്ധപ്പെട്ട ചാനലുമായി മഠത്തിന് യാതൊരു ബന്ധവുമില്ലെന്ന് മിഷൻ വ്യക്തമാക്കി. ഭക്തജനങ്ങൾ തെറ്റിദ്ധരിച്ച് ചതിക്കുഴിയിൽ വീഴരുതെന്നും മിഷൻ പറഞ്ഞു. പുണ്യഭൂമി എന്ന പേരിൽ ഓൺലൈൻ പേജ് കഴിഞ്ഞ കുറേ നാളുകളായി പ്രവർത്തിച്ചു വരികയാണ്. സത്യാനന്ദ സരസ്വതി സ്വാമികളുടെ ചിത്രങ്ങളും മിഷനുമായി ബന്ധപ്പെട്ട വാർത്തകളും നൽകി തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലായിരുന്നു ഓൺലൈൻ ചാനലിൻ്റെ പ്രവർത്തനം. ഇതോടെയാണ് ചെങ്കോട്ടുകോണം ശ്രീരാമദാസ മിഷൻ നിയമ നടപടി ആരംഭിച്ചത്. ജനം, തിരുവനന്തപുരം.